പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റുവെങ്കിലും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച പട്ടിക ഗവർണർക്ക് കൈമാറിയിട്ടില്ല. ചില വകുപ്പുകളുടെ കാര്യത്തിൽ തർക്കം തുടരുന്നതാണ് ഇതിന് കാരണം. ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകിയതിനാൽ ഫിഷറീസ് വകുപ്പ് വേണം എന്ന ആവശ്യം ലീഗ് ഉന്നയിക്കുകയാണ്. എന്നാൽ ലീഗ് മന്ത്രിക്ക് ഫിഷറീസ് നൽകുന്നതിൽ ലത്തീൻ സഭാ നേതൃത്വം എതിരാണ്. ഇന്ന് തന്നെ വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇറക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ വളരെ വേഗത്തിൽ ഈ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അത് നിലവിലെ ഏകദേശ ധാരണ സംബന്ധിച്ച വിവരങ്ങൾ ആണ്. ആ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ തന്നെയാണ് ധനകാര്യവും പൊതുഭരണവും നിയമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുക. തുറമുഖ വകുപ്പും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ കൈകാര്യം ചെയ്യും എന്നതാണ്. ഈ വകുപ്പുകളെല്ലാം ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് സാമ്പത്തികമായ വലിയ പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്ന ഒരു സാഹചര്യം ആണ്. ഇതാ ജൂൺ 15 മുതൽ വനിതകൾക്ക് സൗജന്യമായ യാത്ര ആരംഭിക്കുകയാണ്. വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും വലിയൊരു തുക അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതായി വരും. പെൻഷൻ തുക ഉയർത്തും എന്നത് പ്രഖ്യാപനമാണ് സർക്കാരിൻ്റേത്. അപ്പോൾ അടുത്ത 5 വർഷം കൃത്യമായൊരു ധന മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ മാറ്റമുണ്ടാകില്ല. ധനമന്ത്രി എന്ന നിലയിൽ കൂടി വി.ഡി. സതീശൻ തുടരുക തന്നെ ചെയ്യും. തുറമുഖ വകുപ്പും അതുപോലെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ നിർമ്മാണ പുരോഗതിയിലേക്ക് പോകുന്ന പല ഘട്ടങ്ങളായാണ് വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ തുറമുഖ വകുപ്പും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്കറിയാം കഴിഞ്ഞ സർക്കാർ ഏറ്റവും അധികം വിമർശനം നേരിട്ട ഒന്നായിരുന്നു ഈ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നത്. അതായത് മാധ്യമങ്ങളോടുള്ള സമീപനം, ഒപ്പം സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള PRD, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുമായി ബന്ധപ്പെട്ട് വലിയ പരസ്യത്തുക അടക്കം, കോടിക്കണക്കിന് പരസ്യത്തുകയടക്കം ചെലവഴിച്ചു എന്ന വിമർശനമൊക്കെ നേരിട്ടിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആരോപണങ്ങളടക്കം ഒഴിവാക്കുക എന്നതും ഇത്തവണ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇന്നലെ മുഖ്യമന്ത്രിയായ ശേഷം ആദ്യ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ സൂചിപ്പിച്ചത് തന്നെ എന്ത് രഹസ്യമുണ്ട് എങ്കിലും അത് ആദ്യം പറയുക മാധ്യമങ്ങളോടായിരിക്കും എന്നതാണ്. അപ്പോൾ മാധ്യമങ്ങളുമായി മികച്ച ഒരു സൗഹൃദം പുലർത്തുക, അതിലൂടെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളടക്കം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പക്ഷേ ഈ സർക്കാർ, അതായത് വി.ഡി. സതീശൻ സർക്കാർ ശ്രമിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനിയും നമ്മൾ പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ്, അതോടൊപ്പം തന്നെ വിജിലൻസ്, ഇത് രണ്ടും കൈകാര്യം ചെയ്യുക രമേശ് ചെന്നിത്തല എന്നത് ഏതാണ്ട് ഉറപ്പിക്കുന്നു. ഈ വകുപ്പുകളിൽ നിലവിൽ തർക്കങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തല നേരത്തെയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയാണ് എന്ന് നമുക്കറിയാം. അന്ന് പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യവും NSSൻ്റെ സമ്മർദ്ദവുമൊക്കെയാണ് കാരണമായത്. എങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്നത് ആഭ്യന്തര വകുപ്പാണ്. അതാണ് തീർച്ചയായും രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുക. മറ്റൊന്ന് കെ മുരളീധരൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യവും ദേവസ്വവും ആണ് കെ മുരളീധരൻ്റെ വകുപ്പുകൾ എന്നുള്ളതാണ്. അതിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം കെ മുരളീധരൻ തന്നെ പറഞ്ഞു, ഈ ആരോഗ്യ വകുപ്പ് നൽകില്ല എന്ന ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് കെ മുരളീധരൻ തന്നെയാണ് മറുപടി നൽകിയത്. അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ ഇതാ ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇതൊക്കെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനിയും വകുപ്പുകളുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ടെലിവിഷൻ സ്ക്രീനിൽ കാണാം. എന്താണ് ഇപ്പോഴത്തെ ഒരു ഏകദേശ ധാരണയെന്ന്. അതേസമയം തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചില വകുപ്പുകളിലെങ്കിലും ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ നമ്മൾ കഴിഞ്ഞ ദിവസവും അത് സൂചിപ്പിച്ചതാണ്. ഈ മന്ത്രിസഭയിലേക്ക് ആദ്യമായി എത്തിയിട്ടുള്ള M. ലിജു, എക്സൈസ് വകുപ്പാണ് ലിജുവിന് നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ്. പക്ഷേ അതിൽ അതൃപ്തിയുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം എന്നത് ഉന്നത വിദ്യാഭ്യാസം. ഈ ഉന്നത വിദ്യാഭ്യാസം നിലവിൽ ഘടകകക്ഷികൾക്ക് നൽകേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കോൺഗ്രസ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകിയ പശ്ചാത്തലത്തിൽ ഫിഷറീസ് വകുപ്പ് വേണം എന്നൊരാവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് സഭ ഇടയുന്നത് എന്നുള്ളതാണ്. നമുക്ക് വി അരുണിലേക്ക് തന്നെ പോകാം. അരുൺ, ഇപ്പോൾ പ്രേക്ഷകർ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത് ഈ മന്ത്രിസഭയുടെ ഒരു ഏകദേശ പിക്ചർ ആണ്. അതായത് ഈ മന്ത്രിമാരുടെ പേരുകൾ ഇനി മാറി മറയാം എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
എന്താണ് യഥാർത്ഥത്തിൽ ഈ മന്ത്രിമാരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട സതീശൻ സർക്കാർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി? സാധാരണ ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരമാണെങ്കിൽ അന്ന് ആ ദിവസം തന്നെ മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ വിശദമാക്കി ഒരു ലിസ്റ്റ് ഗവർണർക്ക് ലോക്ഭവന് കൈമാറാറുണ്ട്. അത് ഗവർണർ പരിശോധിച്ച ശേഷം അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെയോ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കും. അതോടുകൂടിയാണ് വകുപ്പുകൾ ഏതൊക്കെയെന്ന് കൃത്യത ഉണ്ടാകുന്നതും മന്ത്രിമാർക്ക് ആ വകുപ്പുകളുടെ ഭരണത്തിലേക്ക് കടക്കാൻ കഴിയുന്നതും. ഇന്നലെ തന്നെ നൽകുമെന്ന അവകാശപ്പെട്ട വി ഡി സതീശൻ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ചില വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു, തർക്കം നിലനിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിഷറീസ് വകുപ്പാണ്. ഫിഷറീസ് ലത്തീൻ സമുദായ അംഗങ്ങളാണ് സാധാരണ കൈകാര്യം ചെയ്യാറുള്ളത്. അത് ഇത്തവണയും അങ്ങനെ വേണമെന്ന് ആവശ്യമുയർന്നു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം വിട്ടുകൊടുക്കാൻ തയ്യാറായ മുസ്ലിം ലീഗ് ഉന്നത വിദ്യാഭ്യാസം വിട്ടാൽ ഫിഷറീസ് തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് മലപ്പുറത്ത് തീരദേശ മണ്ഡലങ്ങൾ താനൂറും തിരൂറുമൊക്കെ പൊന്നാനിയുമൊക്കെ തീരദേശ നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ്. മറ്റ് ജില്ലകളിലും അങ്ങനെ അത്തരത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള തീരദേശ മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം വിട്ടു നൽകണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വച്ചു. ലീഗ് നൽകാനത് ധാരണയുമായി. അപ്പോഴാണ് അടുത്ത വെല്ലുവിളി സർക്കാരിന് മുന്നിൽ വന്നത്. ലത്തീൻ സഭ വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മന്ത്രിസ്ഥാനം നൽകാത്തതിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു. അതവർ പരസ്യമാക്കുകയും ചെയ്തു. അവരെ അനുനയിപ്പിക്കാൻ, അവരെ ഒപ്പം നിർത്താൻ ഇന്നലെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ലത്തീൻ സഭ ആസ്ഥാനത്ത് വെള്ളയമ്പലം ബിഷപ്പ് ഹൌസിൽ എത്തിയിരുന്നു. അപ്പോഴാണ് അവർ പിണക്കമെല്ലാം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപാധി കൂടി മുന്നോട്ട് വച്ചത്. ലത്തീൻ സമുദായ അംഗത്തിന് തന്നെ ആ ഫിഷറീസ് വകുപ്പ് നൽകണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. കോൺഗ്രസിനുള്ളിലും ഈ ഫിഷറീസ് വകുപ്പ് മറ്റ് ലീഗിലേക്ക് പോകുന്നതിൽ കടുത്ത അതൃപ്തിയുണ്ട്, അമർഷമുണ്ട്. അവർ പറയുന്നത് പാർട്ടിയെ പിന്തുണച്ച പാർട്ടിക്കൊപ്പമുള്ള ലത്തീൻ സഭാംഗങ്ങളും ധീവര സഭാംഗങ്ങളും അങ്ങനെ മുസ്ലിം ലീഗിൽ നിന്ന് പോയാൽ അത് പാർട്ടിയിലോട് കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ആ വകുപ്പ് കൈവശം വയ്ക്കണം, ലത്തീൻ സമുദായത്തിന് തന്നെ നൽകണം. ലത്തീൻ സമുദായം സ്വാഭാവികം ഇല്ലാതെ വരുമ്പോൾ അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെങ്കിലും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വരണം. പിന്നീട് ലത്തീൻ സമുദായാംഗം മറ്റൊരാളുള്ളത് ഷിബു ബേബി ജോണാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ വേറെ വകുപ്പുകൾ നൽകിയിരുന്നു. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് മാറ്റി നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ ആ വകുപ്പിനെ ചൊല്ലി പ്രധാന തർക്കം നിലനിൽക്കുകയാണ്. ഇന്നുകൊണ്ട് പരിഹരിക്കുമെന്ന സൂചനകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ മറ്റു ചില മീറ്റിംഗുകളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. കൃഷി വകുപ്പാണ് പ്രധാനപ്പെട്ട നേതാവ് ടി സിദ്ദിഖിന് നൽകിയത്. സിദ്ദിഖ് പക്ഷേ കൃഷി വകുപ്പിനോട് അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെന്ന സൂചനകളും പുറത്തുവരുന്നു. ജലവിഭവ വകുപ്പിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടി കേരള കോൺഗ്രസും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഫിഷറീസ് വിട്ടു നൽകണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ഒന്നുകിൽ തിരികെ നൽകണം. അത് റോജി എം ജോണിന് ഇതിനകം നൽകിയ പോർട്ട്ഫോളിയോ ആണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തമായ കോൺഗ്രസിന്റെ പക്കലുള്ള ശക്തമായ വകുപ്പുകൾ തങ്ങൾക്ക് നൽകണമെന്ന ആവശ്യം ലീഗ് ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഈ മന്ത്രിസഭയ്ക്ക് മുന്നിലുള്ള മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. മുഖ്യമന്ത്രി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.